UDF വോട്ട് ചെയ്താൽ അവർ വർഗീയവാദികളാവും, ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്നാൽ അവർ മതേതരവാദികളാവും. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയുള്ള. ഷാഫിയുടെ പ്രശ്നം ഷാഫിയുടെ പേരാണ്, ഫാത്തിമ തഹ്ലിയുടെ പ്രശ്നം ഫാത്തിമയുടെ പേരാണ്. അതായത് ഇവരൊക്കെ ഒരു വർഗീയതയും പറയേണ്ടതില്ല, ഇവരങ്ങനെ അവരുടെ ഉടൽ കൊണ്ട് നിന്നാൽ മതി, ഇവരിങ്ങനെ പോപ്പുലറായി വന്നാൽ മതി, അവരെ ടാർഗറ്റ് ചെയ്യാൻ അവരുടെ പേരും അവരുടെ വേഷവും അവരുടെ മതവും മതി എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഈ കൂട്ടരാണ്. BJP പറയുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള വർഗീയതയാണ് ഇവർ പറയുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ്, അതായത് അവരുടെ ശരീരത്തിലെ നാറ്റം അവർക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കൃത്യമായി ആ പാർട്ടിയിൽ വിരൽ ചൂണ്ടലുകൾ വരും. തീർച്ചയായും മിസ്റ്റർ MA ബേബിയും തോമസ് ഐസക്കും ആലപ്പുഴ ടീമൊക്കെ ഈ കണ്ണൂർ ലോബിക്കെതിരെ മെയ് 4 ശേഷം നിങ്ങൾ എഴുതി വെച്ചോളൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഏകദേശം ഒരു വിലയിരുത്തലോട്ട് എത്തിയിട്ടുണ്ട്. UDF ഒരു കംബാക്കാണ്, ഒരു തിരിച്ചുവരവാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഏകദേശം അതിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. UDF നേരത്തെ VD സതീശൻ്റെ നേതൃത്വത്തിൽ 100+ എന്ന് പറയുന്നുണ്ട്. ടോട്ടലി ആ ഒരു നിലയിലോട്ട് മൊത്തത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു കാരണം ഉണ്ടാക്കുക, റീസൺ ഉണ്ടാക്കുക. ഇപ്പോൾ മുമ്പൊക്കെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയും. ഈ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ അത് മുസ്ലിംസ് മാത്രമാണെന്ന ചിലർ വിചാരം. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അതിൽ ഉൾപ്പെട്ടിട്ടാണ് UDF ഒക്കെ പറയുന്നത്. UDFൻ്റെ കൂടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ നിന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. മുസ്ലിങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, എസ്പെഷ്യലി മുസ്ലിങ്ങൾ UDF വോട്ട് ചെയ്താൽ അവർ വർഗീയവാദികളാവും, ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിന്നാൽ അവർ മതേതരവാദികളാവും. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെയുള്ള ആക്ഷേപങ്ങൾ ഒരു തലത്തിൽ തുടങ്ങി. നമ്മളത് റിസൾട്ടിന് ശേഷമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സുഡാപ്പി വിളികളൊക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവർ വീണ്ടും തുടങ്ങുകയാണ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഷാഫി എത്രത്തോളം ഡാമേജ് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഇലക്ഷനിൽ? കൺസോളിഡേഷൻ എന്ന പദം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തേക്കാണെങ്കിൽ പ്രശ്നമില്ല, അതായത് CPM ഭാഗത്തേക്കാണെങ്കിൽ അത് മതേതരമായിട്ടുള്ള സംഗതിയാണ്. അതിപ്പോൾ മലപ്പുറത്തെക്കുറിച്ചൊക്കെ പണ്ട് കടകംപള്ളി പറഞ്ഞാണല്ലോ, മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണ്. കാരണം അത് ലീഗിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി ലീഗിനെ തോൽപ്പിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അതെന്താവും? മതേതരമാവും. ഇങ്ങനെയാണ് ഇവരുടെ കോൺസെപ്റ്റ്. ഇപ്പോൾ മലബാറിൽ ഇപ്പോൾ ഷാഫി എന്ത് ചെയ്യുന്നു? മലബാറിനെ അങ്ങ് വർഗീയവൽക്കരിച്ചു. ഷാഫി വന്നതിന് ശേഷമാണ് ഷാഫി പോയത് മലബാറിലെ കേരളത്തിലെ 80 സീറ്റുകളിൽ പോയി പറഞ്ഞത്. അതൊന്നും ഇവരുടെ പരിഗണനയിലില്ല. നേമത്ത് വരെ പോയി. ഷാഫി പോയിടത്തൊക്കെ ആൾക്കൂട്ടം ഉണ്ടാവുന്നു. ആ ആൾക്കൂട്ടം മുസ്ലിം ആൾക്കൂട്ടമാണ്. മുസ്ലിങ്ങളെ ഇയാൾ ഉത്തേജിതരാക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന് മറുപടിയൊന്നുമില്ല. അതായത് ഇയാൾക്ക് പിന്നെ എന്തെങ്കിലും വർഗീയമായ പ്രസ്താവനകൾ പിന്നെ ഷാഫി നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഷാഫി പിന്നെ ഒരു മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ അതിന് ഇവർ പറയുന്നത് ഷാഫി തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ്. 2-3 കമൻറ്റുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അതായത് ഒരു ശാശ്വത് സുരേഷ് എന്ന് പറഞ്ഞ ഒരു പോരാളി, മൂപ്പര് പറയുന്നത് ലിൻഡോ ജോസഫിനെ കുറിച്ചാണ്. അതായത് ലിൻഡോ ജോസഫ് അവിടെ തോറ്റാൽ പിന്നെ മതകീയ സ്ഥാനാർത്ഥി ജയിക്കും. CK കാസിമിനെയാണ് പറയുന്നത്. ഈ മതകീയ സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഈ സാധനം പണ്ട് നമ്മൾ കേട്ടിരുന്നു. വടകരയിൽ ദീപ നിശാന്ത് ഇതേ സാധനമാണ് എഴുതിയത്. അതായത് ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് ചില മത ചിഹ്നങ്ങളുടെ വിജയമാണ്, അത് ദൂരവ്യാപക അതേ സാധനം കോപ്പി പേസ്റ്റാണിത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റിൽ പ്രശാന്ത് ആലപ്പുഴയുടെ ഒരു കമൻറ്റ് കണ്ടു. അതായത് എന്തുകൊണ്ട് ഈ മതകീയ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലിൻഡോ മതേതര സ്ഥാനാർത്ഥിയും CK കാസിം മതകീയ സ്ഥാനാർത്ഥിയും. അതിന് ഈ പ്രശാന്ത് ആലപ്പുഴയുടെ മറുപടി മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മതകീയ സ്ഥാനാർത്ഥിയായി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതേ ഇപ്പോൾ പിന്നെ ജോജി വർഗീസ് എന്നൊരാൾ അദ്ദേഹം പറയുന്നത് മലബാറിൽ അയാളെ മുൻനിർത്തി, അതായത് ഷാഫിയെ മുൻനിർത്തി ലീഗും ജമാഅത്തെയും ശ്രമിക്കുന്ന കൺസോൾട്ടേഷന് തൻ്റെ ശരീരം അയാൾ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, SDBനെ ഒക്കത്ത് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അത് വേറെ കാര്യം. അതായത് ഷാഫി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ്, അതിനുത്തരാണ് എന്ത്? ശരീരം വിട്ടുകൊടുക്കുകയാണ്. അതായത് ഷാഫി എന്ത് ചെയ്യുന്നുണ്ട്? പ്രചരണത്തിന് പോകുന്നു. ഷാഫി എങ്ങോട്ടും ഇറങ്ങാൻ പാടില്ല.
പിന്നെ SDP ഇപ്പോൾ ഒരു കമൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ശ്രുതി എസ് പങ്കജിൻ്റെ കമൻറ്റ്, SDP ഷാഫിയേക്കാൾ മാന്യരാണ്. സഖാക്കളാണ് കേട്ടോ അതൊക്കെ. എന്തോ ഒരു വൈറ്റ് വാഷില്ലേ. അതായത് കാരണം ഇപ്പോൾ സുഡാപ്പി വിളി ആർക്ക് കിട്ടുന്നില്ല, ഷാഫിക്ക് കിട്ടുന്നില്ല. കാരണം അത് സ്വന്തം കൂടെ ഇരിക്കുന്നവരെ അപമാനിക്കലാണല്ലോ. അപ്പോൾ ഈ SDP തോളത്ത് കൈവച്ചിട്ട് ഷാഫിയെ സുഡാപ്പി എന്ന് വിളിക്കുന്നത് ഒരു മോശമായതുകൊണ്ട് സുഡാപ്പി വിളി ഷാഫി കേൾക്കുന്നില്ല. അതല്ലാത്തതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാഫി. അത് വല്ലാത്തൊരു, അതായത് കമ്മ്യൂണലായിട്ട് കേരളത്തെ പോളറൈസ് ചെയ്യുകയാണ്. അതാണ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് സത്യത്തിൽ ഇവരെ തന്നെ ചെറുതാക്കുകയാണ്, അല്ലെങ്കിൽ ഇവരെ തന്നെയാണ് ഇവർ അപമാനിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. ഇവർക്ക് കഴിഞ്ഞ ലോക്സഭയിൽ അത് മനസ്സിലായതാണ്. കാഫിർ സ്ക്രീൻഷോട്ട് ആയിട്ടൊക്കെ വന്നിട്ടും എന്താ ചെയ്യുക, ഇവർ ഇലക്ഷൻ ആകുമ്പോൾ വീണ്ടും മറന്നു പോവാണ്. ഇപ്പോൾ പേരാമ്പ്രയിൽ അതിൻ്റെ ഇപ്പോൾ TP രാമകൃഷ്ണൻ്റെ ഒരു ബൈറ്റ് വന്നു, ഈ പേരാമ്പ്രയിൽ വർഗീയത വന്നു തുടങ്ങിയത് ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷമാണ്, കഴിഞ്ഞ ലോക്സഭയ്ക്ക് ശേഷമാണെന്ന്. ആരാണത് കൊണ്ടുവന്ന്? അപ്പോൾ ഇതൊക്കെയാണ് ഇവർ. അപ്പോൾ ഇത് പേരാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ മതമാണ് ഷാഫിയുടെ പ്രശ്നം ഷാഫിയുടെ പേരാണ്, ഫാത്തിമ തഹ്ലിയുടെ പ്രശ്നം ഫാത്തിമയുടെ പേരാണ്. അതായത് ഇവരൊക്കെ ഒരു വർഗീയതയും പറയേണ്ടതില്ല. ഇവരങ്ങനെ എന്താണ് അവരുടെ ഉടൽ കൊണ്ട് നിന്നാൽ മതി, ഇവരെങ്ങനെ എന്താണ് പോപ്പുലറായി വന്നാൽ മതി, അവരെ ടാർഗറ്റ് ചെയ്യാൻ അവരുടെ പേരും അവരുടെ വേഷവും അവരുടെ മതവും മതി എന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഈ കൂട്ടരാണ്. അല്ല, ഇവർക്ക് ഇപ്പോൾ ഒരു സംഗതി സെറ്റ് ചെയ്യണം. ഇവരെന്തായാലും തോൽക്കും എന്നുള്ള ഒരു ഫീലിലോട്ട് അവർ എത്തിക്കഴിഞ്ഞു. കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന മഹാരഥന്മാരൊക്കെ തോൽക്കുന്നതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. P രാജീവ് അടക്കമുള്ള വൻകിടക്കാരൊക്കെ പിന്നിൽ പോകുന്നതാണ് അവർ പറയുന്നത്. G സുധാകരൻ ജയിക്കുന്നൊക്കെയാണ് അവർ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് ഇതിനൊക്കെ ചെയ്യണം, പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങൾ കണ്ടെത്തണം. അതിന് അവർ ഇപ്പം തന്നെ ഇങ്ങനെ അടിത്തറ പാകി കൊണ്ടുവരാണ്. ഇത് ഇനി രൂക്ഷമാവുന്ന മനസ്സിലാക്കണം. അല്ല, ഇത് ഞാൻ വിചാരിച്ചിരുന്നത് ഈ താഴെത്തട്ടിലുള്ള ഈ സൈബർ പോരാളികൾ മാത്രമുള്ള ഒരു സംഗതിയാണെന്നാണ്. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. നമ്മൾ റിപ്പോർട്ടർ TV-യിലെ ആൻഡോ അഗസ്റ്റിനൊക്കെയാണ് ഇത് തുടങ്ങി വെച്ചത്. പുള്ളി ഭയങ്കര മാധ്യമപ്രവർത്തകനാന്നുള്ള രൂപത്തിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യും. പുള്ളി ഇപ്പോഴും ആ ഒരു മായാലോകത്ത് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ സംസാരിച്ചു. വിഷയങ്ങളിലൊക്കെ ഭയങ്കര രസമാണ്. അതായത് ഇതിപ്പോൾ ഷാഫി പോകുന്നിടത്തൊക്കെ മുസ്ലിം ആൾക്കൂട്ടം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ളിടത്ത്, അതാണൊന്ന്. രണ്ടാമത്തേത് മുസ്ലിങ്ങളുള്ളത്തിലൊക്കെ പോകുന്നുള്ളൂ. ഇത് രണ്ടും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കോങ്ങാട് മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഷാഫി വന്നിട്ടുണ്ട്. അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമൊന്നുമല്ല. അങ്ങനെ പിന്നെ ഷാഫി പറഞ്ഞതുപോലെ 80-ലധികം പിന്നെ മണ്ഡലങ്ങളിൽ ആ മനുഷ്യൻ ഓടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയാലും ആളുകൾ ഓടിക്കൂടും. അതിൽ മതവും ജാതിയൊന്നുമില്ല. അങ്ങനെ ഒരു കരിസ്മ ആ മനുഷ്യനുണ്ട്. അത് ഇവരെ ഭയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും വേറൊന്നുമില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിക്കില്ലാത്ത, AK ആൻ്റണിക്കില്ലാത്ത, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കില്ലാത്ത ഇങ്ങനെ പലതരം നേതാക്കന്മാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇവരുടെയൊന്നും മതം നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഷാഫിയെ മാത്രം മതം പറഞ്ഞ് ടാർഗറ്റ് ചെയ്യണം. അവിടെയാണ് പ്രശ്നം. ആ പ്രശ്നം സത്യത്തിൽ പിന്നെ UDF-നെ അല്ല ബാധിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രശ്നം ഏറ്റവും സൂക്ഷ്മമായി ബാധിക്കുക ഇവിടുത്തെ ഇടതുപക്ഷത്തെയാണ്. അതായത് അവരെ സ്വയം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, പിന്നെ ഇതിൻ്റെ കൂടെയൊക്കെ വരുന്നൊരു വേറൊരു നരേഷനാണ്, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ അതെന്തോ വർഗീയം. മുസ്ലിം ലീഗ് പാർട്ടി നമ്മൾ സ്ഥിരമായി ചർച്ച ചെയ്യുന്നത്, നമ്മൾ പറയുന്നതാണ്, ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളതാണ്. മുസ്ലിം ലീഗിലെ മുസ്ലിം വെച്ചുകൊണ്ടാണോ നിങ്ങൾ മതേതരത്വം പറയുന്നതെന്ന് നമ്മൾ സ്ഥിരമായി എല്ലാവരും അതിന് മറുപടി പറയുന്നതാണ്. ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൂടിയാണ്. അതായത് കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു ചെറിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ BJP വളരാൻ കാരണമാകുന്നു. ശ്രദ്ധിക്കണേ. അതായത് BJP വളരുന്നത് ലീഗ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള സഖാക്കൾ വരെ ചോദിക്കുകയാണ്, അതായത് മുസ്ലിങ്ങളുള്ളിടത്ത് ലീഗ് ജയിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുള്ളിടത്ത് BJP-യും ജയിച്ചുകൂടെ? നിങ്ങൾ ജയിച്ചാൽ മതേതരവും BJP ജയിച്ചാൽ എങ്ങനെയാണ് വർഗീയവുമാവുന്നത്? ഇവരുടെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അളവ് എത്രത്തോളം വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ഇടത് പ്രൊഫൈലുകളിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. ഇത് ലെഫ്റ്റിൻ്റെ ഒരു ചോദ്യമായിട്ട് വരേണ്ട ഒരു ചോദ്യമേ അല്ല.
ആ ലെഫ്റ്റിൻ്റെ ഒരു ചോദ്യമായിട്ട് ഇത് വരികയാണ്. അവിടെ ഇവർ ഏത് ലെഫ്റ്റിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമുണ്ട്. കാരണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി, പ്രസിഡൻറ്റ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ അധികാരഘടനയും നിലനിൽക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യം ഭരിക്കുക. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പോലും ഇവിടെ ഒരു മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം സ്വാധീനമുള്ള ഒരു സർക്കാരോ വരാൻ പോകുന്നില്ല. അതായത് ഭൂരിപക്ഷാധിപത്യം ആണ് ജനാധിപത്യത്തിൻ്റെ കുഴപ്പം. അത് ഭൂരിപക്ഷം ആരാണോ അവർ ജയിക്കും. അവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം, അതിനു വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. അതായത് 100 പേരിൽ 2 ആളെങ്കിലും, അപ്പോൾ 100 പേരെന്ന് പറയാൻ പറ്റില്ല, 500-ലധികം ആളുകളുണ്ട്, ഇനിയിപ്പോൾ 700-ലധികം ആകാൻ പോവുകയാണ്. അവിടെ 2 ആളെങ്കിലും എഴുന്നേറ്റ് നിന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം എന്നുള്ളൊരു താല്പര്യം, ഒരു ചെറിയ താല്പര്യം, ആ താല്പര്യം മാത്രമേ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനുള്ളൂ. ഇവിടെയാണ് മുസ്ലിം ലീഗിനെയും BJP-യെയും കമ്പയർ ചെയ്യുന്നത്. അതാണ് ഇവരുടെ അല്പത്തരം. അത് ചെയ്യുന്നത് മുസ്ലിം ചിലർ വിചാരം വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിം തന്നെ പേര് വെച്ചാൽ അത് വർഗീയത എന്നാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ അല്ല, അത് വേറെ കാര്യം. അതായത് അത് നമ്മൾ പറയേണ്ടതുണ്ട്. 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, ഇപ്പോൾ ഞാനൊരു സഖാവിനോട് ചോദിച്ചു, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഭൂരിപക്ഷ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതിനൊരു ഉത്തരം തന്നാൽ ബാക്കി നമുക്ക് സംവദിക്കാമെന്ന് പറഞ്ഞു. ഈ സമയം വരെ, ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ എഴുതി വെച്ചു? ഇവരിതിന് മറുപടി തന്നാൽ മതി. എന്നിട്ട് ബാക്കി ചർച്ചകൾക്ക് പ്രസക്തി പറയുമല്ലോ. ഈ ഭരണഘടന എന്താണ് കുന്തവും കൊടുച്ചക്രം എന്നൊക്കെയല്ലേ പറഞ്ഞു. അവർക്ക് എന്ത് ഭരണഘടന CPM? അപ്പോൾ ഭരണഘടന എന്താണെന്നോ ഭരണകൂടം എന്താണെന്നോ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരങ്ങൾ എന്തൊക്കെയാണെന്നോ അതല്ലെങ്കിൽ എന്താണ് ഈ അധികാരഘടന എന്നോ ഇതിനെക്കുറിച്ചൊന്നും ഒരു സാമാന്യ ധാരണ പോലും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് മുസ്ലിം ലീഗിനെയും BJP-യും സമീകരിക്കുന്നത്. അപ്പോൾ അത്രയും വിവരക്കേടിൻ്റെ അങ്ങേയറ്റം ഉള്ളവർക്കല്ലാതെ അത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ കേരളത്തിൽ അവരെ എതിർക്കുന്നു. അതുകൊണ്ട് ലീഗിനെ പൊളിറ്റിക്കലായി എതിർക്കാം, അത് രാഷ്ട്രീയമായ ശരിയാണ്. ഏത് പൊളിറ്റിക്കലായിട്ടുള്ള എതിർപ്പുകൾ. അപ്പോൾ ഷാഫിയെ പൊളിറ്റിക്കലായി എതിർക്കാം, മുസ്ലിം ലീഗിനെ പൊളിറ്റിക്കലായി എതിർക്കാം. പക്ഷേ മുസ്ലിം ലീഗിനെ വർഗീയമായി ടാർഗറ്റ് ചെയ്ത് എതിർക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിവിടെ ചെയ്യുന്നത്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് BJP അല്ല, CPM ആണ്. അത് CPM-നാണ് അതിൻ്റെ മോശം. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ അത് ബാധിക്കാൻ പോകുന്നില്ല. അല്ല, ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിപ്പോൾ ഈ ഇലക്ഷനിൽ എന്തുകൊണ്ട് അവർ തോറ്റു എന്നുള്ളതിന് യഥാർത്ഥ ചർച്ചയിലോട്ട് അവർ പോകാതെ ഇരിക്കും. എന്തുകൊണ്ട് അവർ തോറ്റു എന്നുള്ളത് 10 വർഷത്തെ ഈ പിണറായിസമാണ്. നമ്മുടെ PV അൻവർ പറയുന്നൊരു പിണറായിസം ഇവിടെ നടപ്പിലായി. അതിനെ മറച്ചു വെക്കാനാണ് ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുന്നത്. അത് യഥാർത്ഥ പ്രശ്നത്തിലോട്ട് എന്ത് ചെയ്യില്ല, ഇത് പോവില്ല. ഇവർ ഈ മൈനോറിറ്റി മുസ്ലിങ്ങളെയും തലയിട്ട് ഇവർ ഡിസ്കഷൻ വേറെ രൂപത്തിലോട്ട് കൊണ്ടുപോകും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കൃത്യമായി ആ പാർട്ടിയിൽ വിരൽ ചൂണ്ടലുകൾ വരും. തീർച്ചയായും മിസ്റ്റർ MA ബേബിയും തോമസ് ഐസക്കും ആലപ്പുഴ ടീമൊക്കെ എന്താ ഈ കണ്ണൂർ ലോബിക്കെതിരെ മെയ് 4-ന് ശേഷം നിങ്ങൾ എഴുതി വെച്ചോളൂ. മെയ് 4 ലോബി എന്ന് പറയുമ്പോൾ കണ്ണൂർ ലോബിക്കകത്തു നിന്ന് തന്നെ കണ്ണൂർ ലോബിക്കെതിരായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കും തുടങ്ങി. ജയരാജൻ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. അതായത് ആരൊക്കെയാണ് CPM-നെതിരെ പണിയെടുത്തെന്ന് ചോദിച്ചാൽ അത് CPM-കാർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഈ മെയ് 4-ന് ശേഷം CPM-നകത്തുനിന്ന് ചോദ്യങ്ങൾ ഉയരും. ഈ എന്താണ് LDF അല്ലാതെ മറ്റാരും എന്നുള്ള മുഴുവൻ ഫ്ലെക്സിലും LDF-കാരെ നേതാക്കളെ പോലെ തലയില്ല, ഒരു സിംഗിൾ തലയിലോട്ട് ഫോക്കസ് ചെയ്തു. അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ആ ഏകാധിപത്യമൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വർഗീയത ഒന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കേരളം ബംഗാൾ പോലെ ആവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ യഥാർത്ഥ ഇഷ്യൂവിലോട്ട് എന്ത് ചെയ്യണം? തീർച്ചയായും യഥാർത്ഥ ഇഷ്യൂ മനസ്സിലാക്കിയിട്ട് അതിന് ചികിത്സ കൊടുത്താൽ അവർക്ക് തിരിച്ചു വരാം. പൊളിറ്റിക്കലായിട്ടുള്ള അവലോകനങ്ങൾ വരണം, രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ CPM രക്ഷപ്പെടുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു, CPM ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ലീഗുകാരനാണ് ഞാൻ. അതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. അതായത് CPM-ഉം ഇവിടെ വേണം. കാരണം CPM-ന് CPM-ൻ്റെതായിട്ടുള്ള റോള് നിർവഹിക്കാൻ കേരളത്തിൽ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇടത് മനസ്സാണ്. അപ്പോൾ CPM ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളതല്ല. അതായത് ഇടത് മനസ്സെന്ന് പറഞ്ഞാൽ പുരോഗമനപരമായിട്ടുള്ളൊരു മനസ്സാണ്. ആ മനസ്സിൻ്റെ കൂടെ ലീഗുള്ളത്. അപ്പോൾ ആ പുരോഗമനമാരെ ഇടം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനിവിടെ CPM വേണം. പക്ഷേ CPM വേണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് CPM-കാരാണ് ഇപ്പോൾ.
കാരണം CPM-നെ പാഠമില്ല. കാരണം ഈ പറഞ്ഞ ആളുകളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഈ കമൻറ്റ് വായിച്ച ആളുകൾ, ഈ പറഞ്ഞ ആളുകൾക്ക് മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. ഇവർക്ക് നാളെ BJP ആണ് ഇതിലും ബെറ്റർ എന്ന് തോന്നിയാൽ ആ സെക്കൻഡ് കൊണ്ട് ഇവർ BJP ആയി മാറും. കാരണം BJP പറയുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള വർഗീയതയാണ് ഇവർ പറയുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെയാണ്, അതായത് അവരുടെ ശരീരത്തിലെ നാറ്റം അവർക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. ശ്രീനിവാസൻ എഴുതി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സിനിമയാണ് സന്ദേശം. അതിൽ പറയുന്ന ഡയലോഗുണ്ട്, എന്തുകൊണ്ട് നമ്മൾ തോറ്റു. ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായെന്ന് പറഞ്ഞു തരുന്നു. അതിൽ പറയുന്ന കാരണങ്ങളുണ്ട്. ജനങ്ങളായിട്ടുള്ള ബന്ധം അവസാനിച്ചു. അപ്പോൾ ആ സിനിമ ഒന്ന് കാണുക, സന്ദേശം ഒന്ന് കാണുക. എന്നിട്ട് ഈ മൈനോറിറ്റിയുടെ തലയിൽ കയറാതെ എന്തുകൊണ്ട് തോറ്റു എന്ന് കൃത്യമായി വിലയിരുത്താൻ CPM-ന് സാധിക്കട്ടെ. എന്നാൽ തീർച്ചയായിട്ടും തിരിച്ചുവരവ് സാധ്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു പശ്ചിമ ബംഗാളും ത്രിപുരയുമായിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവശേഷിക്കും. താങ്ക് യു.